രണ്ടോ മൂന്നോ ദിവസം അള്ളാന്റെ ഖുർആൻ എടുത്തു വെച്ചൊന്ന് ഓതുന്നതൊന്ന് കേട്ട് നോക്ക്. ആദ്യമൊക്കെ ചില പ്രയാസമാണെങ്കിലും അല്ലാഹുവേ പിന്നെ കേൾക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്തു മനോഹരമെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആൻ, എന്തു മനോഹരമെന്നറിയോ. അതുപോലെ നിങ്ങളൊന്ന് സ്വലാത്ത് പറയാൻ തുടങ്ങൂ, നിങ്ങളൊന്ന് ദിക്ർ പറയാൻ തുടങ്ങൂ. എന്റെ പ്രിയപ്പെട്ടവരെ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ചുമ്മാതിരിക്കുമ്പോ നിങ്ങൾ വെറുതെ കയ്യിലെ തസ്ബീഹ് എടുത്ത് പിടിച്ചിട്ട് ഒരു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വഅസ്തഗ്ഫിറുല്ലാഹല്ലദീ ഈ ദിക്റങ്ങ് പറയാൻ തുടങ്ങിയ ദിവസങ്ങൾ കഴിയുന്തോറും അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ, അറിയാതെ നിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ. ഓർമ്മയില്ലേ നിന്റെ പ്രിയപ്പെട്ട പിതാവ്, നിന്റെ ഉമ്മയ്ക്ക് നിനക്ക് ഓർമ്മയില്ലേ? ബോധമില്ലാത്ത സക്കറാത്തിന്റെ അവസ്ഥയിൽ പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിൽ പോലും അവര് സുഖമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും സുബ്ഹാനല്ലാഹ് പലരുടെയും കൈ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ പറഞ്ഞ ശീലമാ. അല്ലാഹു അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.